ഇറാനോട് ഭീഷണി ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് വരികയാണ്. ആണവ പദ്ധതികളിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ അത് ഇറാന്റെ വിഡ്ഢിത്തമാകുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് ഉന്നയിക്കുന്നത്. ഫോക്സ് മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ ഈ പ്രതികരണം. ഇറാൻ അമേരിക്ക നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇറാന്റെ മിസൈൽ പദ്ധതികളിലും ചർച്ച വേണമെന്ന നിലപാടാണ് ഇസ്രായേലിനുള്ളത്. ട്രംപിന്റെ വാക്കുകളിലേക്ക് ആദ്യം. Iran, we'll see what happens. I think they want to make a deal. I think they'd be foolish if they didn't. We took out their nuclear power last time, and we'll have to see if we take out more this time. Iran, we'll see what happens. I think they want to make a deal. കാർത്തിക് വിവരങ്ങളുമായി ചേരാണ്. കാർത്തിക്, ചർച്ചകൾ ഒരു തലത്തിൽ പുരോഗമിക്കുന്നുണ്ട്, മറുതലത്തിൽ ട്രംപിന്റെ ഭീഷണികൾ വല്ലാതെ സംഭവിക്കുന്നുണ്ട്. ഇറാനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ട്രംപിന്റെ ഓരോ ഭീഷണികൾക്കും വളരെ കൃത്യമായ മറുപടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ ചർച്ചകൾക്ക് ഒരു ഫലമുണ്ടാകുന്നില്ല എന്നുള്ളതാണോ? ആക്രമണത്തിന് അമേരിക്ക ഏത് നിമിഷവും തയ്യാറാണ് എന്നുള്ളതാണോ? രഞ്ജിത്ത്, ഇത്തരത്തിലൊരു ഡ്യുവൽ സ്ട്രാറ്റജിയാണ് ഇറാനും അമേരിക്കയും സ്വീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ സജീവമായി തുടരുമ്പോൾ നയതന്ത്ര ചർച്ചകൾക്കൊപ്പം തന്നെ സൈനിക വിന്യാസവും ഒപ്പം തയ്യാറെടുപ്പുകളും സംബന്ധിച്ച പ്രതികരണങ്ങളും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. എന്തായാലും ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് വീണ്ടും ട്രംപിൻ്റെ പ്രതികരണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ട്രംപ് ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് ഇറാൻ നിലവിലെ ചർച്ചകളിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം, ഇറാന് ഒരു ഡീലിലേക്ക് എത്താൻ താല്പര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാത്തപക്ഷം അത് ഇറാന്റെ വിഡ്ഢിത്തമാണ് എന്നുകൂടി ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. മറ്റൊന്ന്, ജൂണിൽ നടന്ന 12 ദിവസത്തെ ആ യുദ്ധവും ഈ അഭിമുഖത്തിൽ ട്രംപ് ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ ആണവ ശക്തി തകർക്കാൻ കഴിഞ്ഞു. ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ സാധ്യമാകുമെന്ന് പരിശോധിക്കാമെന്നുകൂടി ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുമ്പോൾ ഏത് സാഹചര്യവും നേരിടാനും മടിക്കില്ല എന്നുകൂടി ആ സന്ദേശം കൂടിയാണ് ട്രംപ് നൽകുന്നത്. എന്തായാലും ഇന്ന് വൈറ്റ് ഹൗസിൽ ഒരു നിർണായക കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്ന് വൈറ്റ് ഹൗസിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. സ്വാഭാവികമായും ഇറാൻ US ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ വിഷയം തന്നെയാവും സജീവമായി ചർച്ചയ്ക്ക് വരിക. ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കണമെന്നുള്ളൊരു ആവശ്യം ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വയ്ക്കും. പ്രധാനമായും ആണവ പദ്ധതികൾക്ക് പുറമെ ടെഹ്റാനിലെ മിസൈൽ പദ്ധതികൾ, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ അടക്കം നിജപ്പെടുത്തണം എന്നൊരു ആവശ്യം ഇറാൻ നേരത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ സമ്മർദ്ദം ശക്തമാക്കണം ഇറാനുമേൽ എന്ന് അമേരിക്കയോട് നെതന്യാഹു ആവശ്യപ്പെടും. അതോടൊപ്പം തന്നെ ഹമാസ്, ഹെസബുള്ള, ഹൂതികൾ അടക്കമുള്ളവർക്ക് ധനസഹായം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അവസാനിപ്പിക്കുന്ന തരത്തിൽ അവർക്ക് സഹായം നൽകുന്ന ഇടപെടലുകൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇനി കുറയ്ക്കുന്ന തരത്തിൽ ഉള്ള നടപടികൾ, ആ നടപടികളിലും സമ്മർദ്ദം ഇറാനുമേൽ അമേരിക്ക ശക്തമാക്കണം എന്നൊരാവശ്യം നെതന്യാഹു മുന്നോട്ട് വയ്ക്കും. എന്തായാലും നെതന്യാഹുവിൻ്റെ ഈ വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ച വളരെ സസൂക്ഷ്മമാണ് ഇറാനും നിരീക്ഷിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഒമാനിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ മുഖ്യ ഉപദേശകനും അതോടൊപ്പം തന്നെ ഇറാന്റെ സുരക്ഷാ കൗൺസിലിൻ്റെ സെക്രട്ടറിയുമായ അലി ലാരിജാനി ഒമാനിലെത്തിയിരുന്നു. ഒമാൻ സുൽത്താനുമായി അദ്ദേഹം 3 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. ഈ ഇറാൻ US ആദ്യഘട്ട ചർച്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം ഒമാനിലെത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ചില നിർണായകമായ വിവരങ്ങളും രേഖകളും ഒമാൻ സുൽത്താൻ അലി ലാരിജാനിക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ സംബന്ധിച്ചാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് തുടരുമ്പോഴും പരസ്പരം എന്തും നേരിടാൻ സജ്ജമാണെന്ന തരത്തിൽ സൈനിക വിന്യാസം സംബന്ധിച്ച പ്രതികരണങ്ങളുമാണ് ഇറാന്റെയും ഒപ്പം തന്നെ US-ൻ്റെയും നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ട്രംപിൻ്റെ പ്രതികരണത്തിൽ ആവർത്തിച്ചുള്ളത് ഒരു ഭീഷണിയുടെ സ്വരം തന്നെയാണ്. രഞ്ജിത്ത്, VR കാർത്തിക് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.